ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പൊന്നു നന്ദൂസ്. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ വെജിറ്റബിളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് മൂലി. നമ്മൾ മുള്ളങ്കി എന്നൊക്കെ പറയുന്ന വൈറ്റ് മുള്ളങ്കി, അതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 കിലോ മൂലി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ്. ഇതിൻ്റെ ലീഫും ഒക്കെ നമുക്ക് ഈ ലീഫ് ഒടിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് രണ്ടുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മൂലി യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലീഫും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂലി നമുക്ക് പീസ് ചെയ്തെടുക്കാം. ഇതേപോലെയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് പീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും കട്ട് ചെയ്തെടുക്കാം ഇതേപോലെയൊക്കെ. അതിനോട് ഞാൻ 3 വലിയ പച്ചമുളകാണ്, വലിയ എരിയൊന്നും ഇല്ലാത്ത പച്ചമുളക്, പിന്നെ 2 സവാള നീളത്തിൽ അരിഞ്ഞാണ് സവാള, പിന്നെ ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 കപ്പ് വൻപയർ ബോയിൽ ചെയ്തതാണ്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇത് വലിയ പച്ചമുളകാണ്, ഇതിന് എരിവൊന്നും അധികം ഉള്ളതല്ല. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൂലി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ വെള്ളമൊന്നും കടഞ്ഞിട്ടില്ല, ഇതിന് നല്ല വെള്ളമയം ഉള്ളതാണ്. അപ്പം അതിൻ്റെ ജ്യൂസൊന്നും മാറ്റിയിട്ടില്ല, അതേപോലെ തന്നെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, മൂലിയിൽ ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ വെള്ളം കൊണ്ട് ഇത് കുക്കായിക്കോളും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് സിമ്മിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോയിൽ വെച്ചിരിക്കുന്ന വൻപയർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പയർ ഇത് ഉപ്പിട്ടാണ് ബോയിൽ ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മൂലിയുടെ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വലിയ കമൻറ്റുകളും അറിയിക്കുക. അപ്പോൾ വേറെ ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.